അത് ഒരാൾക്കൊന്നും അല്ല കേട്ടോ, 2-3 ഉണ്ടായിരുന്നു അവിടെ. ഇതേപോലെ 2-3 ഉണ്ടായിരുന്നു. അപ്പൊ അവന്മാര് പെട്ടെന്ന് നമുക്ക് ഇതുകൊണ്ട് നമുക്കിടെ എഴുതി തന്ന് അവിടുന്ന് സാധനം കൊടുത്തിട്ട് ഞാൻ ഗ്യാങ്ങിലൊന്നും ഇല്ല. സോറി സ്നൈപ്പല്ലേ? അടുത്തെന്താണോ എന്തോ പ്രശ്നം. ഒരു ഇരട്ട പറ്റ സുഖമല്ലേ മല്ലി? പപ്പടത്തിന്റെ കണ്ടു കേട്ടോ. പപ്പടവും സാവേജിയുടെ മത്സരം എവിടെ ലൊക്കേഷൻ പറഞ്ഞേ. MG 8064 അവന്മാരും ബോഡി മാത്രമേ ഉള്ളൂ. പിങ്ക് സ്കൈലാണ് അവന്മാരെ കൊന്നോട്ടോ. പിങ്ക് സ്കൈലിന് MGയുടെ അടുത്തുള്ള ഒരു പിങ്ക് സ്കൈലും കണ്ട പിക്ക് ചെയ്തോട്ടാ. പിങ്ക് സ്കൈല അവിടുന്ന് മാറി ലൈറ്റ് പിങ്ക് ആണോ? അന്ന മേലെയാണ് 8064 മേലല്ലേ? ആവശ്യം അവിടെ അവന്മാരെ ബോഡി ഉണ്ട്. അവന്മാർ ഇവിടെ നിന്ന് പോയി. അവന്മാര് പൊങ്ങി എന്റെ വണ്ടി എടുത്തോണ്ട് വേണ ഞാനോട് വരട്ടെ. കുറച്ച് നേരം വൈകുന്നേരം സിറ്റുവേഷൻ ഉണ്ടായിരുന്ന പറ്റുന്നിടത്ത് കയറാൻ പറയടാ. ബാക്കിയുള്ള ഞാൻ അവന്മാർ ഗ്യാങ് ഹൗസിൽ പുറത്തുണ്ട്. ഇവന്റെ വണ്ടി ഞാൻ കണ്ടു. അതിനകത്ത് കോൾ വിളിച്ചായിരുന്നു, ഞാൻ കേട്ടില്ലടാ. ഞങ്ങള് ഗ്യാങ് ഡ്രസ്സിലാ, ഗ്യാങ് വണ്ടിയിലാ. ഞങ്ങള് ചോദിച്ചോ ഒരു കാര്യം, നീയൊക്കെ ഗ്യാങ് ഡ്രസ് ഇട്. അല്ല അമ്മാരെ അല്ല അമ്മക്കിട്ടല്ല, വണ്ടി അടിച്ച് പൊട്ടിക്കാൻ നോക്കുന്നു അമ്മാര്. കണ്ട് വണ്ടി പൊട്ടിച്ചു. വണ്ടി പൊട്ടിച്ചിട്ടുണ്ട്. വണ്ടി പൊട്ടിച്ചു. നമ്മള് വണ്ടി അപ്പുറം സെല്ല് ഇല്ലണ്ണ. അണ്ണ ഗ്യാങ് ഹൗസ് ആണ്. അമ്മാരെ ഗ്യാങ് ഹൗസ് അല്ല അണ്ണ. മറ്റേ ഇതിലിടുവോ? മറ്റേ ഇതില് നേരെ അവന്മാരിരുന്ന് വെളിയിലൂടെ അടിച്ചോണ്ടിരിക്കും. കോൾ വിളിച്ചോണ്ടിരിക്കും. ആണിപ്പോ വണ്ടിയും കണ്ടില്ലേ നമ്മൾ ഇത്ര? നമ്മള് വണ്ടി ഉണ്ട്. അവന്മാര് വണ്ടി കാണാതിരിക്കാനല്ലോ കത്തിച്ചത്. എനിക്കൊരു വണ്ടി ഇല്ല ഈ മൈനമാരെ ഇട്ടിട്ടോ. ഗ്യാങ് വണ്ടി കേട്ടോ. ഇറങ്ങടാ. അങ്ങോട്ട് പൊക്കൂടാ. അങ്ങനെ പൊക്കൂടാ. 100 മീറ്ററിന് ഒരു ഗ്യാപ്പ് അമ്മമാർക്ക് അടിക്കും, നമുക്ക് അടിച്ചും കൂടാ. നമുക്ക് അടിച്ചുകൂടാ. അങ്ങനെ അടിച്ചുകൂടാ.
വെള്ളോട്ട് അല്ല വെളിയിലോട്ടില്ല അത് അവന്മാരെ എൻട്രൻസ് ആണ് ഇവിടെ മെയിൻ റോഡിലോട്ട് സംഭവില്ലേ അവന്മാർ അടിച്ചാൽ നമുക്ക് തിരിച്ചടിക്കാനും പറ്റൂല. വീട്ടിന്റെ ഗേറ്റിന്റെ എൻട്രൻസ് ആണ് അവന്മാർ ഇത് മനസ്സിലായോ? നമ്മളത് MG വരെ പോവാണ്. ഒന്ന് ബാക്ക് ഇറങ്ങി നിൽക്കണം. ടിവിയിൽ ഒരുത്തിനെ വന്ന് ഡൗൺ ആക്കിയിട്ട് നേരെ വണ്ടി എടുത്ത് ഗ്യാങ് ഒരു ഹൗസിനകത്ത് കാര്യം കയറി. നിങ്ങൾ മറ്റേ വാച്ച് ചാറ്റില്ല ഏത് ടിവിയില ആര് ടീവ് എടുത്തു. എന്റെ വണ്ടി അണ്ണ ഇത്ര ചോദിച്ചാൽ എന്റെ വണ്ടി എന്തിനാ അവന്റെ ഗ്യാങ് ഹൗസ് ഇരിക്കണേ? ഞങ്ങളുടെ വണ്ടി എന്താ നിങ്ങളുടെ ഗ്യാങ് ഹൗസിൽ ഇരിക്കുന്നത് ഇപ്പം? അതാ ബ്രോ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് സിറ്റിസൺ ഞങ്ങൾ അവിടെ കണ്ടോണ്ടിരിക്കുന്നല്ലോ ബ്രോ. ഞങ്ങൾ സിറ്റുവേഷൻ അല്ല, നമ്മുടെ പ്ലേസ് തന്നെയാണ് അത്. നമ്മൾ കണ്ടോണ്ടിരിക്കണല്ലോ അവിടെ. നിങ്ങള് ഗ്യാങ് സിറ്റുവേഷൻ ആണെങ്കിൽ ഗ്യാങ് ഡ്രസ് ഇട്ടിട്ട് വരണം. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് വണ്ടി എടുത്ത് പൊട്ടിച്ചി ഗ്യാങ് ഡ്രസ് വണ്ടി നേരത്തെ ചപ്പാകൊട്ടിരിക്കും കേട്ടോ. നിന്റെ അടുത്ത് ഇപ്പഴേ പറയാം ചത്തന്റെ ഫ്രസ്ട്രേഷൻ കാണിക്കില്ലേ? കുടുംബത്തിലോട്ട് ആ രീതിക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ ആ രീതിക്ക് എടുക്ക്. നേരത്തെ എന്തിനായിരുന്നു പിന്നെ എയർ വിളിച്ച നിന്റെ അച്ഛനാണല്ലോ. അതായത് ഞാന് DDMലോട്ട് പോയിക്കൊണ്ടിരിക്കായിരുന്നു. ഇങ്ങോട്ട് ഏതൊരു ഒരാളുടെ വണ്ടി വന്ന് ഇടിച്ച്. അപ്പൊ ഞാനത് തിരിച്ചിടിച്ചു. എന്നിട്ട് തിരിച്ചിടിച്ചപ്പോ ഞാൻ പറഞ്ഞു ആളെന്താ പറഞ്ഞു വീണ്ടും എന്നെ വന്ന് ഇടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഇടിച്ച് ഞാൻ അടിക്കുന്നു പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ TDM കളിച്ചു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് പുള്ളി അമ്പി ഒന്നല്ലടാ ഉള്ള കാര്യാണ്. നീ എന്ത് വെച്ച് അടിച്ച? നീ അത്ര പറഞ്ഞു നീ അങ്ങ് ഓർത്തിട്ട് പറഞ്ഞു എന്ത് വെച്ച് അടിച്ചേ? എടാ നീ ചത്തല്ലേ നിനക്ക് അങ്ങനെ ഓർമ്മ? പിന്നെ പത്ത് പേരിട്ട് മാസം അടിക്കല്ലേ? ഞാൻ കാര്യം പറയട്ടെ. രണ്ടുപേരും വേണ്ട. പപ്പു തെറി വിളിക്കല്ലേ? പപ്പു ഒരു കാര്യം പറയട്ടെ, ഈ നായിന്റെ മക്കളെ നേരത്തെ കുറച്ച് സോറി ഞാൻ തെറി ഈ നാടുകളുടെ വൈകിട്ട് നീ എന്റെ ഒക്കെ ഫ്രണ്ട്സ് വന്നത് ഗ്യാങ്ങിന്ന്. ഹലോ കേക്കോ ബ്രോ, നമ്മുടെ വണ്ടിയാണ് അകത്ത് കിടക്കണത്. നമ്മുടെ അടുത്തുനിന്ന് എടുത്തോണ്ട് പോയതാണ്. ഞങ്ങൾക്ക് വണ്ടി ഇപ്പൊ മര്യാദക്ക് തന്നില്ലെങ്കിൽ അല്ലെ വെളി വന്ന് ഇതിന്റെ ഒരു ഇതാക്കില്ലെങ്കിൽ ഞങ്ങൾ ഇപ്പൊ നമ്മൾ നേരെ കൊന്നൊന്നും അറിയണ്ട. ഞങ്ങൾ ഗ്യാങ് ഹൗസ് ബ്രീച്ച് ചെയ്യും. ഞങ്ങൾ HF ന്റെ ഗ്യാങ് ഹൗസിൽ ഇരിക്കും. നമ്മൾ കൊന്നതല്ല, നമ്മളെ വണ്ടി വേണമെന്ന് പറയാൻ മതി. വണ്ടി അവൻ വന്നിട്ട് പോയാൽ മതി. എനിക്ക് ഓർമ്മയില്ല. എന്റെ വണ്ടി ഞാൻ ട്രാക്ക് ചെയ്തപ്പോ ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ഗ്യാങ് വണ്ടി ഗ്യാങ് ഡ്രസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ബ്രോ അതൊക്കെ ബ്രോയെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ പറഞ്ഞല്ലോ. എന്താവശ്യം? അല്ല ഈ സിറ്റി വൈകിട്ട് ഗ്യാങ് ഡ്രസ് പപ്പു സിറ്റിസായിരുന്ന പഠിച്ചതാണ് ഞാൻ കണ്ടോണ്ടിരിക്കുന്നത്. അണ്ണ ഇവന്മാർ ഇത്ര മാന്യത പറയുന്നത് സിറ്റുവേഷൻ ഏറെ അവന്റെ അച്ഛനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഉപയോഗിക്കാനായിട്ട്. അതല്ല പപ്പു, വൈകിട്ട് നിന്നെ നീ സിറ്റിസൺ ആയിരുന്നപ്പോ ഗ്യാങ്ങായിട്ട് വന്ന് കൊന്നോർമ്മ അണ്ണ 2 പ്രാവശ്യം കൊണ്ട് ഇതാണ് ടിക്കറ്റ് വിളിക്കോട്ട് 14 ദിവസം വലിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് തന്നെ ഇത് വേറെ സിറ്റുവേഷൻ ആണ്. ഞാൻ മറന്നു, ഈ സിറ്റുവേഷൻ മറന്നു. പക്ഷെ എന്റെ വണ്ടി എനിക്കത് വേണം. നമ്മള് വണ്ടി ഇവന്റെ വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇത് റേഡിയോ കോള് തന്നിട്ടുണ്ടല്ലോ. റേഡിയോ കോള് കിട്ടിയിട്ടുണ്ടല്ലോ നമുക്ക്. അല്ല ഇപ്പൊ ഇവന്മാര് പറയാൻ ഡ്രസ് ഇല്ലായിരുന്നു പറയും. വേണ്ട, നമ്മളെ വണ്ടി എടുക്കാൻ വന്നത്. നേരത്തെ വന്ന് കൊന്നപ്പോഴത്തേക്ക് അമ്മര് എന്തിനു അല്ലല്ല ഞാൻ പറയട്ടെ, നമുക്ക് ഗ്യാങ് ഹൗസിനകത്ത് കയറി വണ്ടി എടുക്കാനൊന്നും പറ്റത്തില്ല. വണ്ടി അടിച്ചു പൊട്ടിച്ച നിങ്ങൾ കണ്ട്. ഞാൻ നമ്മുടെ വണ്ടി ഉണ്ടോ ഇല്ലെന്ന് നോക്കാനൊന്നും പറ്റത്തില്ല. ഇല്ല അമ്മമാര് പറഞ്ഞ സിറ്റുവേഷൻ വിടണ്ണ. എന്റെ വണ്ടി ഇവിടെ ഇമ്മ എടുത്തോണ്ട് പോയി. അത് മതി. അവന്മാര് സിറ്റുവേഷൻ നമുക്ക് വേണ്ട. ഇവന്റെ വണ്ടി ട്രാക്ക് ചെയ്തപ്പോ ഇതിനകത്ത് അതിനാണ് നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. അത്രേ ഉള്ളൂ.
അത് തന്നിട്ട് പോയാ മതി അവൻ. ആ അവൻ പൊട്ടിച്ചത് അത് അതിനകത്തേക്ക് നമ്മള് വണ്ടി പൊട്ടിക്കുന്ന കാണുകയും ചെയ്തു. വിളിച്ചിട്ട് ടൈം കൂടെ പറ, അല്ലെങ്കിൽ അവര് നല്ല ഡിലേ ആക്കും. 10 മിനിറ്റ് വരികയാണെങ്കിൽ അവന്റെ ചപ്പം പറയണം. 10 മിനിറ്റ് അവന്മാരെ വിളി, ഒന്നും കൂടി വിളി, ഞാൻ സംസാരിക്കാം. വണ്ടി രണ്ടുപേരേ ഉള്ളൂ ഇപ്പൊ. ഈ രണ്ടുപേരും എന്നിട്ട് എന്തിനാണ് ഗുണത്തരം കാണിക്കുമ്പോ രണ്ടുപേരും അവന്മാർക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഒന്നും ഇല്ല അവന്മാർക്ക്. അല്ല വൈകിട്ട് ഇവന്മാര് സിറ്റിസൺ ആയിരുന്നു, അടിച്ചു, നമ്മളാരും ഇടപെട്ടില്ലല്ലോ, സിറ്റിസൺ ആയിട്ടല്ലേ എടുത്തത്. ഒരു മീറ്റിംഗ് വിളിക്കാം, സാൻഡി എന്ന് പറഞ്ഞ മീറ്റിംഗ് വിളിക്കാം. വന്നില്ലെങ്കിൽ ഗ്യാങ് ഹൗസ് കയറിയിട്ടേ അറിഞ്ഞു വെച്ചോടും. അത് റിജക്ട് ആയാലല്ല ബ്രീച്ച് അല്ലല്ല സിറ്റുവേഷൻ ട്രിഗർ ചെയ്തിട്ട് ഒരാളിട്. ഇപ്പൊ നമ്മള് വണ്ടി അടിച്ച് പൊട്ടിക്കുന്ന കണ്ടല്ലോ, നമ്മുടെ കൂട്ടത്തിലുള്ളവരെ വണ്ടി അടിച്ച് പൊട്ടിച്ചു. നമ്മള് ചോദിക്കുന്നുള്ളൂ സിറ്റുവേഷൻ പറഞ്ഞ അവൻ എന്റെ എന്ത് ഗ്യാങ് ഹൗസിലകത്തോ? സത്യം കൊണ്ടുപോയത് എങ്ങനെയാണ്? അവനാണ് ആക്കിയത്, ഗ്യാങ് സിറ്റുവേഷൻ ആക്കിയത്. നേരെ വണ്ടി കൊണ്ട് കയറ്റിയ ഗ്യാങ് ഹൗസിന്റെ അകത്ത്. അപ്പൊ പിന്നെ ഗ്യാങ് സിറ്റുവേഷൻ ഒക്കെ അവരല്ലേ, നമ്മളല്ലല്ലോ. അത്രേ ഉള്ളൂ. ഇത് ഗ്യാങ് സിറ്റുവേഷൻ ആക്കിയത് അവന്മാര് തന്നെ എങ്ങനെ നോക്കിയാലും. അതെ അവര് ഗ്യാങ് ഹൗസിന്റെ അകത്ത് കയറി എച്ചപ്പാണെന്ന് മനസ്സിലായി. അത്രേ ഉള്ളു കാര്യം. വൈകിട്ടേ കഴിയാട്ടെ ഇവന്മാർക്ക്. നമ്മള് വേറെ വള്ളി എടുക്കാൻ നടന്നുകൊണ്ടാണ് ഇവന്മാരായിട്ട് ഒന്നും ചെയ്യാതെ വിട്ടതേ. KBFC ആയിട്ട് വേറെ വന്നിട്ട് പോലും എടുക്കാതെ പോയമാരാണ് ഇന്ന്. എന്നിട്ട് ഇവിടെ വന്നിരുന്ന സിറ്റുവേഷൻ ഒട്ടും ഒരുത്തനേ ഉള്ളൂ ഇപ്പൊ. അവന്റെ ഗുണത്തരം കണ്ടോ താഴെ ഇറങ്ങി കേട്ടാ, ഇത് മറ്റേ മാറിട്ടിട്ട് ഇമ്മർ ഗ്യാങ് ഹൗസ് ഇരുന്ന് നമ്മൾ നിരങ്ങും. അവർക്ക് വേണമെങ്കിൽ ചോദിക്കാൻ വരട്ടെ. അപ്പൊ ഗ്യാങ് ഡ്രസ് ഇട്ടിട്ട് വേറെ നോർമൽ സിറ്റിസൺ വണ്ടി എടുത്ത് അകത്ത് കയറി തൂക്കണം. നിന്റെ വണ്ടി അവ എടുത്തോണ്ട് പോയില്ല, വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഒരു സീനും ഇല്ല. അവൻ കയറി കവറെടുത്ത് കയറി തൂക്കുന്നു പറയാം. എന്റെ വണ്ടി പൊട്ടിച്ചെന്ന് നല്ല നമ്മൾ നീ കണ്ടല്ലോ. നീ ഗ്യാങ് അല്ലാതെ വേണമെങ്കിൽ കയറി വേണമെങ്കിൽ അറിയാം അവനൊക്കെ അതിട്ട്. കൊറേ ഉണ്ടോ അവന്മാർക്ക് വലിച്ച് അണ്ണാക്കി കൊടു, അതല്ലേ ഞാൻ പറയാനുള്ളത്. സിറ്റുവേഷൻ ട്രിഗർ ആക്കിയിട്ട് ഇപ്പൊ എല്ലാം വലിച്ചു കൊടുക്കാം. ഞാൻ പറയട്ടെ, എനിക്കറിയണ്ട അണ്ണാ, ഇത് ഇവര് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവര് ഇത് നമുക്ക് ബ്രീച്ച് ചെയ്യില്ല. ബ്രീച്ച് ആയിട്ട് അകത്തിരുന്ന് നമ്മുടെ ഗ്യാങ് തൊട്ടിരുന്ന് ഇറങ്ങിയിട്ടാ അവന്മാര് ആളില്ലല്ലോ, കണ്ട് പൊട്ടിട്ട് വരണമെങ്കിൽ വരട്ടെ. സ്വന്തം വീട്ടിന് വിലയില്ലെങ്കിൽ പിന്നെ നമ്മളെന്ത് പറയാനാ? സിറ്റുവേഷൻ ട്രിഗർ ആക്കിയിട്ട് ഇറങ്ങിപ്പോയ പുതിയ നിയമം വെച്ചിട്ട്. എടാ പിന്നെ അതെങ്കിൽ അങ്ങനെ വാങ്ങിച്ചോടാ, വെളിയിരിക്കട്ടെ കുറച്ച് ദിവസം ഒന്നും ചെയ്യാൻ പറ്റാതെ മൂഞ്ചി വെളിയിരിക്കട്ടെ. അങ്ങനെ ചെയ്തോടാ, അങ്ങനെ ചെയ്തോട്. നമ്മളെ ഇൻഫോം ആക്കാണ്ട് ഉമാർ സിറ്റി കയറി പോകാൻ പറ്റത്തില്ല. പക്ഷെ ഇത് ഓവർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ കൂൾ ഡൗൺ വിടും അഡ്മിൻസ്. എടാ അതാ പറഞ്ഞത്. അല്ലല്ല സിറ്റുവേഷൻ ട്രിഗർ ആക്കിയിട്ട് ഗ്യാങ് സിറ്റുവേഷൻ ട്രിഗർ ആക്കിയിട്ട് ഇറങ്ങിപ്പോയെന്നുള്ളത് കൊടുക്കാം. അപ്പൊ ഇവന്മാര് കുറെ ദിവസം സസ്പെൻഷൻ ആയിരിക്കും. വേറെ ഒന്നും വിളിക്കാൻ പറ്റില്ല, നമ്മൾ ഇനി ബ്രീച്ച് ഒന്നും വിളിക്കാൻ പറ്റത്തില്ല. അവന്മാര് സിറ്റിയിൽ ആളില്ലാത്ത നമുക്ക് ഒന്നും ആളില്ല, 5 പേരില്ലാതെ നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. എടാ പക്ഷേ എടാ സിറ്റുവേഷൻ ട്രിഗർ ആക്കിയിട്ട് ഇറങ്ങിപ്പോയിന് കൊടുക്കാമല്ലോ പണി. അകത്ത് കൊടുക്കണ്ടേ, വെളി കൊടുക്കുന്നതിൽ എന്തൊരു ഇതാണ്. ഇത് കൊറേ രാവിലെ എനിക്ക് ചൊറിഞ്ഞ ഒരു കാര്യമില്ലാതൊക്കെയാണ് കുറച്ചു മുമ്പ് വെടിയിട്ടത് നമ്മള് കണ്ടോണ്ടിരുന്നല്ലേ. ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന അറിയാവോ, ഇവിടെ FA കിട്ടുന്ന ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഈ കഴിവേറികളൊന്നും ജന്മത്തെ സമയത്ത് നമുക്ക് പിടിച്ച് അടിച്ചു കൊടുക്കാൻ പറ്റൂല, മനസ്സിലായില്ലേ? സത്യം. ഇല്ലെങ്കിൽ സിറ്റുവേഷൻ ട്രിഗർ ആക്കി കഴിഞ്ഞാൽ സിറ്റിക്കകത്ത് കെട്ടി ഇടണവനേക്കാ. ബ്രീച്ച് അടിക്കാൻ പറ്റില്ല, ബ്രീച്ച് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ലാസ്റ്റ് ഇത് നമുക്കാണ് വണ്ടി കുറപ്പുള്ളവന്മാരുണ്ടെങ്കിൽ വരട്ട്. വണ്ടി കുറപ്പില്ല, പെണ്ണന്മാരാണ് ഒരു കാര്യം ചെയ്യും. നാളെ എനിക്ക് പ്രാന്ത് പിടിക്കുന്നു കൊറേ. തീട്ടവള്ളിയാണെങ്കിൽ തീട്ടവള്ളി എന്തെങ്കിലുമൊക്കെ പോയി പിടിച്ചു. ഇത് തീട്ടവള്ളിയില്ല, ഇങ്ങോട്ട് വരുന്ന ഒരു വള്ളിയാണ് ഇത്. ഇത് അവന്മാര് ഇതില്ലേ, ഇതിപ്പോ അവന്മാർക്ക് മനസ്സിലാവും. ഇതിപ്പോ അവന്മാർക്ക് മനസ്സിലാവും. അവന്മാര് ഗ്യാങ് സിറ്റുവേഷൻ ആയിട്ടാണ് എൻഡ് ചെയ്തത്. ഇനി വരുവാണ്, ഇനി വരും. രാവിലെ തൊട്ട് തുടങ്ങിയ എവിടേക്കാണ് ഗ്യാങ് ഡ്രസ് ഇല്ലേ? HFന്റെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലുണ്ട്. ഒരു വണ്ടി കൂടെ എടുക്കാം. നീ ആ വണ്ടി എടുത്തുണ്ടോ? വണ്ടി എടുത്ത് അകത്ത് പോയി എന്തിനു പിന്നെ വൈകിട്ടില്ലേ, വൈകിട്ട് മറ്റേ ഗ്യാങ് ഡ്രസ് ഇട്ട് AR വെച്ച് പപ്പുവിന് അടിക്കണം ഞാൻ കണ്ട്. നമ്മള് സിറ്റിസൺ ആയതുകൊണ്ടാണ് അപ്പൊ ഇടപെടാത്തത്.
അതും വാസണ്ണ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അവിടെ. ഇവന്റെ അടുത്തൊക്കെ കൊണ പോലും പറയുന്നില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ സാധനം ഇവിടെ ഇല്ലായിരുന്നല്ലേ? ഈ സിറ്റിസനെ ഗ്യാങ്ങിന് ഇങ്ങനെ സിറ്റിസൺ ആയിട്ട് ഇതാക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഇവന്റെ ഒക്കെ കഴ ഇങ്ങ് തീരും. എന്തിന്റെ ആവശ്യം ഉണ്ടാകും അതിന്റെ? ഗ്യാങ്ങായിട്ട് കളിച്ചാ പോരെ? എന്നാ പിന്നെ എന്തിനാ വേറെ ഉടുപ്പ് ഊരുമ്പോ സിറ്റിസൺ ഉടുപ്പിട്ടാ ഗ്യാങ് എന്തിരണ്ടി അതൊക്കെ? അത് മാറ്റിയതായിരുന്നു. അത് അങ്ങനെ തന്നെ ഇപ്പൊ ഒരു 5 പേരിന് താഴെയാണ് 4 പേരെ ഉള്ളൂങ്കിൽ ഗ്യാങ് അല്ലെന്ന് പറഞ്ഞാൽ ഓക്കെ. ഇതിപ്പോ മറ്റേ 8 പേരുണ്ടെങ്കിലും ഇതൊക്കെ പറയുന്നില്ല. ഇവന്മാര് സിറ്റിസൺ സിറ്റുവേഷൻ ഏറാണ് ഉപയോഗിക്കുന്നത്. ഏറെ ഉപയോഗിച്ചൂടാ. മനസ്സിലായില്ല. ഈ വെറുതെ ഇപ്പൊ നീ ഇപ്പൊ ആലോചിച്ച് നോക്കോ, നീ ഇപ്പൊ ഡ്രസ് കിട്ടി, നോർമൽ ഡ്രസ് കിട്ടി ആർപ്പ് ചെയ്തോണ്ട് ഇപ്പൊ വന്നിട്ട് വെറുതെ എടുത്ത് വന്ന് പേര് വെച്ചിട്ട് ടി വി ആണെന്ന് പറഞ്ഞാൽ കൊന്നിട്ട് എന്തിന് പേര് ചോദിച്ചിട്ട് അറിയുന്നതാണെന്ന് പറഞ്ഞ് അത് വെച്ചിട്ടാണ് അവര് മാറ്റിയത്. മനസ്സിലായില്ലേ? എന്തോടെ മനസ്സിലായില്ല എങ്ങനെ? എടാ ഇപ്പൊ നീ ഇപ്പൊ നമ്മളിപ്പോ ഡ്രസ് ഇട്ട് നിക്കുന്നു, ഇപ്പൊ നോർമൽ ഡ്രസ് ഇട്ട് നിക്കുമ്പോ ഒന്ന് പേര് വെച്ചിട്ട് നമ്മളെ പേര് വെച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അത് വെച്ചിട്ടൊക്കെ കൊല്ലും വെറുതെ കാര്യമില്ലാതെ. അങ്ങനെ നമ്മുടെ അടുത്തൊന്നും അങ്ങനെ കൊന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടുതൽ RP സിറ്റിസൺ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അത് ഗ്യാങ് വന്ന് സിറ്റിസൺ എടുത്ത് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി. പക്ഷെ ഇവന്മാര് മുതലെടുക്കണം. ഇവന്മാർക്ക് സിറ്റിസൺ ആവാലോ, അത് സിറ്റിസൺ എടുത്തിട്ട് സിറ്റിസൺ സിറ്റുവേഷൻ പോലെ നടക്കുന്നതാണ് സംഭവം. അല്ലല്ല സരക്ക് അത് ശരിയാ. പക്ഷെ ഉണ്ടല്ലോ ചില തീട്ടങ്ങളുടെ ന്യായീകരണം കേൾക്കണം. ചില തീട്ടങ്ങളുടെ ന്യായീകരണം വെടിവെച്ചിട്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഇതൊക്കെ തന്നെ. കഴിഞ്ഞ ദിവസം ഇത് ആയിട്ടുള്ള സിറ്റുവേഷൻ തുടങ്ങിയത് തന്നെ ഇത് ഇങ്ങനെയാ. അതിനകത്ത് കുറച്ച് തീട്ടങ്ങളുണ്ട്. മറ്റേ നക്കി തിന്നുന്ന പട്ടികള്, ഫയലും പുണ്ണായിട്ട് ഊമ്പി പിടിച്ചവന്മാരൊക്കെ മറ്റേ ഇതിനകത്ത് വന്ന് വലിഞ്ഞു കയറിയിട്ടെ ആ ഗ്യാങ്ങിന്റെ പേരോടെ കളയാൻ വേണ്ടിട്ട് തീട്ടം എന്ന് കുറെ പട്ടികളുണ്ട്. പറയാതിരിക്കാൻ വയ്യല്ലോ ഇവന്മാരെ. നല്ലോണം പൊക്കൊണ്ടിരുന്ന ഒരു ഗ്യാങ്ങിനകത്ത് മറ്റേ തന്തയില്ല കുണ്ണുകളെ ആഡ് ചെയ്ത് കുറച്ച് ഒരു കാര്യമില്ലാത്ത അവന്മാർക്ക് കേറിയപ്പോ തൊട്ട് TV ആയിട്ട് നീ ശ്രദ്ധിച്ചോ? നമ്മളൊരു ഫ്രണ്ട്ലി RP ചെയ്തതിന്റെ അടുത്ത് ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ അവന്മാർക്ക് അത് ഇതാക്കണം. പിടിച്ചില്ല കേട്ടോ. നമ്മൾ ഇതൊക്കെ എടുക്കണത് മള്ളി അന്ന് ഒരിക്കൽ കാറി കയറി ഒരു ഇത് ചെയ്യാൻ പോയത് ഓർമ്മ ഉണ്ടോ? ഒരു റാൻഡം RP ചെയ്യാൻ വേണ്ടി കാറി പോയത് അതൊന്നുമല്ല. ഹെൽത്ത് ഫയറിൽ നിന്ന് 2 തന്തയില്ല കുണ്ണകൾ കേറിയിട്ടുണ്ട് അവിടെ. അതിന്റെയാണ് അതിന്റെ കഴപ്പാണ് അവന്മാർക്ക് ഇവിടെ നിന്നപ്പോ ഇപ്പൊ ഹെൽഫെയർ കഴിഞ്ഞ ദിവസം വന്ന് നമ്മുടെ അടുത്ത് സംസാരിച്ചല്ലോടാ കുറച്ച് കാര്യങ്ങള്. ഹെൽഫെയർ കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് സംസാരിച്ച് ഇതാക്കിയപ്പോഴത്തേക്കിനും അവന്മാർക്ക് മനസ്സിലായി മറ്റേ ഇവിടെ നിന്നാ ഇനിയും മറ്റേ അവനെ മുമ്പ് നടക്കത്തില്ല. അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഗ്യാങ്ങിൽ കയറിയിട്ട് അവന്മാരെ തമ്മിൽ അടുപ്പിക്കണം. അങ്ങനെ കയറിയതാണ് കുണ്ണകള്. ഇനിയിപ്പോ എന്തായാലും പറഞ്ഞല്ലോ നാളെ എന്തായാലും പപ്പു നാളെ ആകുമ്പോഴത്തേക്ക് ആ രീതി കാണിച്ചായി. ഇപ്പൊ ഒന്നും കൂടി ഇടണോ? ഇല്ല പോയി അവൻ കേറി ഇറങ്ങി പോയി. പറഞ്ഞിട്ടുണ്ടല്ലോടാ അണ്ണ ഒരു തന്ത ഉണ്ടെങ്കിൽ അവൻ AP കളിച്ചേനെ. അന്തല്ല ഈ വേണം കാണിക്കുന്നത്. രാവിലെ ഇത് തന്നെ ഇതാണ്ട് ഇപ്പഴും ഇത് തന്നെ. സ്പോട്ടിൽ ഇറങ്ങിപ്പോയടാ. കോള് വിളിച്ച് ഇത്രയും പറഞ്ഞിട്ടും നാളെ ശനിയാഴ്ച അല്ലേ? പിള്ളേർക്കൊക്കെ സ്കൂൾ അവധി ആയിരിക്കുമല്ലോ. വരാൻ പറ. അത് ശരിയാണല്ലോ. പിന്നെന്താ വരാത്തത്? സുഖാണ് ബ്രോ, സുഖാണ്. അതല്ല പറഞ്ഞത്. ഇതാരിവിടെ തലകുത്തി കിടക്കുന്നേ? ഓ ഇവിടെ ഉണ്ടായിരുന്നാ? സന്തോഷം കേട്ടാ കണ്ടാല്. നിന്റെ ഉടുപ്പിന് മൊത്തം പെണ്ണുങ്ങളുടെ സ്പ്രേയുടെ മണമായിരിക്കുമല്ലേ? മാറിയില്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത്രയും നാളെ ഇതിന്റെ അകത്ത് കണ്ടാ മതിയായിരുന്നു എന്റെ കഴ. ഇപ്പൊ മൊത്തം പുറത്ത്. വൈകുന്നേരം ഞാൻ വന്നപ്പോഴേ രക്ഷയുടെ കൂടെയൊക്കെയാണ് നടത്താം. അലീമി നോക്കണമെന്ന് പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ ശരിന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ നോർമലി സംസാരിച്ചു. ഹായ് അത്ര സംസാരിച്ചോളൂ. ഞാൻ ചോദിച്ചോ ഇവിടെ ഇത് വാസുന്റെ അടുത്തോട് ചോദിക്കട്ടെ. ഇതില്ലെങ്കിൽ പിന്നെ മള്ളി വരുമല്ലോ.
അതോ ഇറങ്ങുന്ന ഞാൻ വരാം അണ്ണ ഇപ്പൊ എത്ര പേരായി കിണ്ടീനെ എടുത്തോണ്ടോ അപ്പൊ അവനെ കൊണ്ടുപോണ്ടോ ഇതടിച്ചാണ് ഇവിടെ ഒരു വണ്ടി വെയിറ്റ് ചെയ്യാം, അവൻ വന്നിട്ട് പോയാൽ മതി. അവനെ എടുത്തിട്ടോ അല്ലെങ്കിൽ അതൊക്കെ കറക്റ്റ് അവനെ എടുത്തിട്ടോ ആരായിരിക്കും? ഞാൻ കണ്ടോ ഞാനും എത്തിയപ്പോ നമ്മളെല്ലാരും എത്തിയപ്പോഴാണ് ആ വണ്ടി കത്തിക്കണ മണ്ടൻ. പൊട്ടാൻ തന്നെ പൊട്ട എന്നിട്ട് കിടന്ന് സിറ്റിസണിൽ വണ്ടി എടുത്ത് ഗ്യാങ് ഹൗസിൽ കൊണ്ട് എൻഡ് ചെയ്തിട്ട് സിറ്റിസൺ അല്ലേ ബുദ്ധിയിലടാ. ഓ ഞാൻ സിറ്റിസൺ ആയിരുന്നു. അതെങ്ങനെ ഗ്യാങ് സിറ്റുവേഷൻ നമ്മള് കൺവേർട്ട് ചെയ്തത് കിടക്കണേ കാറിപ്പുഴ അവിടെ കിടക്കണേ ആടുണ്ടാടാ ഇതിനകത്ത് ആളുണ്ടാടാ നോക്കട്ടെ ഇല്ലല്ലോ. ഇറങ്ങി സിറ്റിന്ന് ഇറങ്ങി എല്ലാരും ഇറങ്ങി കേട്ടോ. ഒന്നാള് ഒന്നും പറയില്ല.